ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കുറേ പേര് പറഞ്ഞായിരുന്നു നമ്മുടെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും റോസ് ചെടിയൊക്കെ അങ്ങ് വാടിപ്പോകും. അതായത് ഇലയെല്ലാം അങ്ങ് ചുരുണ്ട് ഒരുമാതിരി ആയിപ്പോകും കേട്ടോ. അപ്പോൾ ഈ മഴ സമയത്ത് നമ്മൾ എങ്ങനെ റോസിനെ സംരക്ഷിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞുതരുന്നത്. നമ്മുടെ റോസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ? നമ്മുടെ സ്ഥിരം കാണുന്നവർക്ക് നമ്മുടെ റോസിനെ കുറിച്ച് അറിയാൻ പറ്റും. ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും എബിനും മെറിനും കൂടെ ആയിരുന്നു റോസ് നട്ടിരുന്നത്. സ്വല്പമൊക്കെ നമുക്കങ്ങ് മാറ്റിത്തരാം. ഇപ്പം എല്ലാം മണ്ണ് നമുക്ക് എടുക്കണമെന്നില്ല, സ്വല്പം നമുക്കങ്ങ് മാറ്റാം. വേര് താഴെ വരെ വന്നിട്ടില്ല, കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതിനകത്തോട്ടങ്ങ് ഇറക്കാം. അപ്പോൾ അതൊരു 3 പ്രാവശ്യം നല്ലതുപോലെ പൂക്കളൊക്കെ വന്നു. നല്ല രസമായിരുന്നു കാണാൻ. നല്ല 3-4 ടൈപ്പ് നിറമുള്ളതായിരുന്നു. പിന്നെന്ന് വെച്ചാൽ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് എന്തോ നമ്മുടെ പണിയൊക്കെ കൂടുതലുണ്ടായിരിക്കാം, ഇച്ചിരി കെയർ കുറഞ്ഞു പോയി. അങ്ങനെ നമുക്കൊന്നും മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും റോസ് കുരുടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ച് ഇത്രയും പരിതാപകരമായപ്പോൾ പുതിയ കുറച്ച് ചെടി വാങ്ങിക്കാമെന്ന് ഞങ്ങൾ നഴ്സറി പോയി. അവിടെ നോക്കിയപ്പോൾ എന്തോ അവിടെ ഇതേ അവസ്ഥ, എല്ലാം ചുരുണ്ടുകൂടി ഇതിനേക്ക് കഷ്ടമായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എല്ലായിടത്തും ഉള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്ന് നോക്കിയാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മമ്മിക്ക് ഈ ഒരു ഐറ്റം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ ഉണങ്ങി നിന്ന് നമ്മുടെ റോസ് എല്ലാം ഇലകൾ വരാനായിട്ട് തുടങ്ങി. തളിരുകൾ അപ്പോൾ പുതിയ ഇലകൾ വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും അത് കിളിച്ച് വരുന്ന തുടങ്ങി. അപ്പോൾ റിസൾട്ട് വന്നേ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് ആ കാര്യം എന്താന്ന് വെച്ചാൽ മമ്മി ഇനി പറഞ്ഞു തരാം. മേലോട്ട് കൊമ്പുകളൊക്കെ അതിന് ശേഷം വന്ന കൊമ്പുകളാണ്. അപ്പം നമുക്കിത് പിന്നെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൂടെ പറഞ്ഞു തരാമെന്ന് കരുതി, റിസൾട്ട് അറിഞ്ഞതിന് ശേഷം പറയാമെന്ന് കരുതിയിട്ടാണ്. നോക്കിക്കേ, ഇപ്പോൾ നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്നിൽ മാത്രമേ പരീക്ഷിച്ചോളൂ. ഒന്ന് വിജയിച്ചാൽ മാത്രം മതിയല്ലോ നമുക്ക് അടുത്തതിനകത്തോട്ട് കൂടെ ചെയ്യുന്നത്. അപ്പം കണ്ടിട്ട് നല്ലതുപോലെ നിങ്ങൾക്കറിയാമല്ലോ ആദ്യത്തെയൊക്കെ റോസാപ്പൂ എത്ര വലുതായിരുന്നെന്ന്. അത് 2-3 പ്രാവശ്യം പിടിച്ചിട്ട് പിന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് കുരുടി അങ്ങ് നിൽക്കുമായിരുന്നു. ഇലയും ഇല്ല, പൂക്കളും ഇല്ലാത്ത ഒരു കണ്ടീഷനിലായിപ്പോയി. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആകെ അങ്ങ് ഉണങ്ങി നിൽക്കുന്ന പരിതാപകരമായ അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ പന്ന കമ്പുകളൊക്കെ ഉണങ്ങി നിൽക്കുന്നതായ കൊമ്പുകളെല്ലാം നമ്മൾ വെട്ടി മാറ്റണം. അങ്ങനെ എല്ലാം വെട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ അത് ഒഴിച്ചതിന് ശേഷം വന്നതായ കൊമ്പാണിത്. അപ്പോൾ അതിനകത്ത് മുട്ടും വന്നിട്ടുണ്ട്, പുതിയ ദാണ്ട കൊമ്പുകൾ വരികയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? അത് ഇതേപോലെ കണ്ടേ നല്ലതുപോലെ തളിരിലകൾ വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്തും മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ സബ്സ്ക്രൈബറായ ഷംജു പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ വേസ്റ്റാക്കി കളയുന്നതായ, നമ്മൾ കഴിച്ചിട്ട് വെറുതെ കളയുന്നതായ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് നമ്മൾ ഒരു മരുന്നാണ് ഇതിനകത്ത് പ്രയോഗിച്ചത്. എന്ന് വെച്ചാൽ അതിൻ്റെ തൊലി എടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത്, ഏതെങ്കിലും ഒരു കുപ്പിക്കകത്തോ ഡപ്പയ്ക്കകത്തോ ഇട്ട് വെച്ചിട്ട് അതൊരു 4-5 ദിവസം അതിനകത്ത് ഇരുന്ന് ഒന്ന് അഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ചാൽ, ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചാൽ ഇതിന് നല്ലതായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും. പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തിട്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ടായ ഫോട്ടോ ഒക്കെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞാനും ഒന്ന് പരീക്ഷിച്ചു. അപ്പോൾ നല്ലതുപോലെ അതിന് തളിര് ഇലകളൊക്കെ വരാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 5 ml എടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതിനകത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് ഒഴിച്ചു. അപ്പം പിന്നെയും കുറച്ചുകൂടെ മാറ്റമൊക്കെ വരാനായിട്ട് തുടങ്ങി, പൂക്കളുമൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളാണ്ട് ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ തൊലി കൊണ്ടുവന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഡബ്ബയ്ക്കകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ നല്ലതുപോലെ അഴുകി അതിൻ്റെ ഗുണമെല്ലാം, അതിൻ്റെ സത്തെല്ലാം അങ്ങ് ഇറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും കഴിക്കുന്നതിൻ്റെ തൊലിയെല്ലാം അതിൻ്റെ അടിക്കോട്ട് കിടപ്പുണ്ട്. അത് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, അങ്ങനെ ഞാൻ കിടക്കട്ടെ എന്ന് കരുതി. അപ്പം നമുക്കത് അത് നമുക്ക് 1-2 ഗ്ലാസ് നമുക്ക് എടുക്കാം. ഒരു 2 ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ, ഓറഞ്ചിൻ്റെ നല്ലൊരു മണമാണ്. ഇപ്പം ചീഞ്ഞ ആ സ്മെല്ലും അങ്ങനെ ഒന്നുമില്ല. ഇത് വീണ്ടും നമ്മളങ്ങ് അടച്ചു വെക്കുന്നു. പിന്നെ നമുക്ക് ഇതേപോലെ ഒഴിക്കാനായിട്ട് എടുക്കാം. അപ്പം 2 ഗ്ലാസ് ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് 2 ഗ്ലാസ് നോർമൽ വെള്ളം കൂടെ എടുത്തിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 ഗ്ലാസ് 4 ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നിൻ്റെയും കടയ്ക്കലും അതിൻ്റെ ഇലയിലോട്ടും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഒരു 3/4 ഗ്ലാസ് വീതം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ചെടികളുടെ ചുവടൊക്കെ ഒന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ ഒരുപാട് ആരോഗ്യമൊന്നും എടുക്കണ്ട. ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കണം. റോസിൻ്റെ അടിയിൽ നിന്ന് കാട്ട് റോസുകൾ വളർന്നു വരുന്നതൊക്കെ നമ്മൾ വെട്ടി മാറ്റണം. അത് നിന്നാലും നമ്മുടെ ചെടികൾ മൊത്തത്തിൽ നശിച്ചു പോവുകയുള്ളൂ. മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഓറഞ്ച് പീനിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡ് ഒരു പ്രാവശ്യമെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വളർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. പൂക്കളൊക്കെ വരാനും ഒക്കെ നല്ലതാണ് ഫിഷ് അമിനോ ആസിഡ്. അത് ഞാൻ ഒരു പ്രാവശ്യം ഒഴിച്ചു. അപ്പോഴും എനിക്ക് നല്ല മാറ്റം അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടാതെ നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ചുവട്ടിലോട്ട് സ്വല്പം ചാണകവും സൂപ്പർ മീലും കൂടെ നമുക്ക് ഇട്ട് കൊടുത്താൽ ഈ 3ഉം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ റോസ് നല്ലതുപോലെ വളർന്നു വരും. സൂപ്പർ മീൽ നിങ്ങൾക്കറിയായിരിക്കും. അത് വളക്കടയിലോ അല്ലെങ്കിൽ നമ്മൾ വിത്ത് വാങ്ങുന്ന കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓരോ കിലോയോ 2 കിലോയോ നമുക്ക് ആവശ്യമുള്ളത് തൂക്കി മേടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതെല്ലാത്തിനും പച്ചക്കറിക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും ഒക്കെ നല്ലൊരു വളമാണ്. ഒരുപാട് വാരി ഇടരുത്. ഒരു സ്വല്പം മാത്രമേ ഒരു നുള്ളു മാത്രമേ ഓരോ ചെടിയുടെ ചുവട്ടിലും ഇടാവൂ. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. മറ്റുള്ള വളങ്ങൾ ഇടുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് വേണം ഇടാനായിട്ട്. പിന്നെയെന്ന് വെച്ചാൽ എന്താണ്, അതിപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്വല്പം കൂടെയൊക്കെ മണ്ണ് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ എന്ന് വെച്ചാൽ നമ്മൾ ബഡ് ചെയ്തതിൻ്റെ മുകളിലോട്ട് ഒരിക്കലും മണ്ണ് വരാൻ പാടില്ല. അപ്പോൾ അത് ഉണങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം ഈ മഴയത്തൊന്നും കൊണ്ടുവെക്കാതെ ഷെയ്ഡിലോട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അധികം വെയിൽ കൊണ്ടാലും അധികം മഴ കൊണ്ടാലും പ്രശ്നങ്ങളാണ്. അപ്പം കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ നമ്മുടെ ചെടികളെയൊക്കെ നല്ല ഉഷാറാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഉള്ളിയുടെ തൊലിയെ, വെളുത്തുള്ളി തൊലിയെ, ഇഞ്ചിയുടെ തൊലിയെ, അത് പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊന്നും കൊണ്ടിട്ട് കളയരുത്. അതുതന്നെ മുട്ടത്തോട് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിടാം. അതുപോലെ തേയിലക്കൊന്ത് അതിൻ്റെ നല്ലതുപോലെ നമ്മൾ പൈപ്പിൻ്റെ കീഴിൽ വെച്ച് കഴുകിയതിന് ശേഷം അത് കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അത് പിന്നെ ഒരിക്കലും മധുരത്തോടു കൂടി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കരുത്. അത് ഉറുമ്പ് കയറാനായിട്ട് ഇടയാവും. അപ്പോൾ അത് കഴിയതിന് ശേഷം കൊണ്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ റോസിന് നല്ല നിറവൊക്കെ കിട്ടും. നല്ല ആരോഗ്യത്തോടൊക്കെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഉഷാറാക്കി നമ്മുടെ പിന്നെ എന്താണ് ഈ റോസിനെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെടികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെടികൾക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് ഒഴിച്ചതിന് ശേഷം വന്നതായ മാറ്റങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നല്ലതുപോലെ ഗന്ധരാജനകത്തൊക്കെ നല്ല മുട്ടൊക്കെ വരാനായിട്ട് തുടങ്ങി. എല്ലാത്തിനും നല്ല മുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പാരിജാതം അല്ല, ഗന്ധരാജൻ ആണെന്നാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊക്കെ നല്ലതുപോലെ മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന വളങ്ങളൊന്നും വെറുതെ അല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് അപ്പം നല്ലതുപോലെ നല്ല തഴപ്പായി നമ്മുടെ ചെടിക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത ചെടി കണ്ടല്ലോ, അപ്പം ആ വളമൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ നല്ല ശിഖരങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ പൂക്കൾ വരാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിനെ നമ്മളങ്ങ് ഒടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ, അത് പൂവായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മുരടിച്ച് നിൽക്കും. അതിനെ നമ്മളതിനെ അങ്ങ് മാറ്റിക്കളയുക. പിന്നെ ആ കൊമ്പുകൾ ഇങ്ങനെ വന്നോളും. പിന്നെ ഇതിനകത്ത് കണ്ടില്ലേ നല്ലതുപോലെ ശിഖരങ്ങൾ വന്നിട്ട് പൂക്കൾ ഇഷ്ടംപോലെ. ഇനി അതിനെ കട്ട് ചെയ്ത് നിർത്തണം. പൂക്കളിങ്ങനെ ഇഷ്ടംപോലെ കിടക്കുന്നത് കൊണ്ട് കട്ട് ചെയ്ത് കളയാനൊരു വിഷമം. അതിൻ്റെ കൊമ്പുകൾ വേറെ നമ്മൾ കുത്തി കൊടുത്താൽ ഇതേപോലെ നല്ലതുപോലെ വളർന്നു വന്നോളും. അതുതന്നെ ബിഗോണിയം കുറേ കൂടെ വളർന്നു. അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒന്നും ഇനി ആരും വേസ്റ്റാക്കി കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ലതുപോലെ തഴച്ച് വളർന്നു വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം ചട്ടി നിറച്ച് വളർന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു കൊമ്പ് വേറെ കുത്തി കൊടുത്തിട്ട് അത് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഈ ചെടി നമ്മുടെ ചട്ടി നിറച്ചായി. അല്ല, അകത്ത് വേറെ കളറും ഇത് വേറെ കളറുമാണ്. ഇത് നല്ലതുപോലെ തഴച്ച് വളർന്നു വരുന്നു. ഇത് നമ്മുടെ ചൈനീസ് ബോൾസം നല്ല ആരോഗ്യത്തോടെ വളർന്നു നിറയെ പൂക്കളാണ്. അത് കാണാൻ നല്ല ഭംഗിയാണിത്. നല്ല ചുമന്ന കളറ്. അതും ഇവിടുത്തെ ഒരു ചെടിയാണ്. നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകും. ഇത് മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല കേട്ടോ. എപ്പം നോക്കിയാലും അതിനകത്ത് നിറയെ പൂക്കൾ കാണും. അപ്പം നമ്മൾ അതിൻ്റെ കമ്പ് കുത്തി എവിടെ വെച്ചാലും അതിന് കിളിച്ച് വന്നോളും. ഇത് 2 ടൈപ്പാണ്. ഇത് നല്ല ചുവപ്പ് കളറും
അത് പിന്നെ ഒറ്റ കളറേ ഉള്ളായിരുന്നു. അപ്പം വെച്ച് ഇപ്പോൾ അതിനകത്ത് രണ്ട് കളറ് മിക്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനോട് തന്നെ വേറെ നല്ല ഓറഞ്ച് കളറും ഒറ്റ കളറേ ഉള്ളായിരുന്നു, അതും കണ്ടിപ്പം മിക്സായി വരികയാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ അതിനകത്ത് ഒരു കളറേ ഉള്ളായിരുന്നു. ഇതിപ്പം പറമ്പിൽ നിന്നെയാണ് ഞാനിപ്പോൾ അത് അതേപോലെ എടുത്ത് അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പം ഒരാഴ്ചയോളമായി അതിനകത്ത് ആക്കിയിട്ട് അപ്പോൾ നല്ലതുപോലെ അതും വളർന്നു വരുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ചെടികളും നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇട്ടതിന് ശേഷം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഇനി പിന്നെ അധികം വളങ്ങളൊന്നും വാങ്ങിച്ച് നിങ്ങൾ പൈസ ഒന്നും കളയണമെന്നില്ല. അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മമ്മി നിങ്ങൾക്ക് എങ്ങനെ റോസിനെ നല്ല ഉഷാറാക്കി എടുക്കാമെന്നുള്ള ടിപ്സ് എല്ലാം പറഞ്ഞു തന്നു. വളരെ ഈസിയാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞു തന്നതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് കൃഷിയാണ് ഞങ്ങൾ എപ്പോഴും കാണിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, പരീക്ഷ സക്സസ്ഫുൾ ആയെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ബാക്കിയുള്ളവർക്കും ചെയ്യാനൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ നിർത്താം. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലായ മിനീസ് ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മമ്മി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ.